നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗോവയുടെ TCP ആക്ട് അപേക്ഷയുടെ വാദം സുപ്രീം കോടതി ജൂലൈയിലേക്ക് മാറ്റി. ഗോവ സർക്കാർ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ആക്ട് 1974 സെക്ഷൻ 72-നെതിരെ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച പ്രത്യേക അനുമതി ഹർജി സുപ്രീം കോടതി ജൂലൈ 21 മാറ്റി. മെയ് 28 അടിയന്തരവാദം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വെക്കേഷൻ ബെഞ്ചിന് മുന്നിൽ കേസ് ലിസ്റ്റ് ചെയ്തിരുന്നു. ഒന്നിലധികം പൊതുതാൽപര്യ ഹർജികളിൽ മാർച്ച് 13 ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയെ എതിർക്കുന്ന അപ്പീലുകളാണ് സംസ്ഥാനം നൽകിയത്. പൊതുജന പ്രക്ഷോഭം അസഗാവ് നൈറ്റ് ക്ലബിനെ അടച്ചുപൂട്ടാൻ നിർബന്ധിതമാക്കി. പൊതുജന പ്രക്ഷോഭത്തിന്റെ വിജയമായി അസഗാവിലെ നിവാസികൾ റുംബ നൈറ്റ് ക്ലബിനെ അടച്ചുപൂട്ടാൻ നിർബന്ധിതമാക്കി. ആഴ്ചകളോളം നീണ്ട പ്രതിഷേധങ്ങൾക്ക് ശേഷം ക്ലബ്ബ് സ്ഥലത്തു നിന്ന് പിന്മാറി. പ്രാദേശിക പഞ്ചായത്തിന്റെ പിന്തുണയോടെ അസഗാവോ ബാഡേം സിറ്റിസൺസ് ആക്ഷൻ കമ്മിറ്റി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. സർപഞ്ച് ഹനുമന്ത് നായിക്ക് ക്ലബിനുള്ളിൽ ഉണ്ടായിരുന്നവ നീക്കം ചെയ്തതായി സ്ഥിരീകരിച്ചു. ജൂൺ 12 ചീഫ് ടൗൺ പ്ലാനറിന് മുന്നിൽ വാദം നടക്കും. സംസ്ഥാന ദിനത്തിൽ ഗോവയുടെ അതുല്യ സംസ്കാരത്തെ മോദി പ്രശംസിച്ചു. ഗോവയുടെ സംസ്ഥാന ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോവയുടെ അതുല്യ സംസ്കാരത്തെ ഇന്ത്യയുടെ അഭിമാനമായി പ്രശംസിച്ചു. വിവിധ മേഖലകളിലെ സംഭാവനകളും ആഗോള ആകർഷണവും എടുത്തു പറഞ്ഞു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗോവക്കാർക്ക് ആശംസകൾ നേർന്നു. ഗോവയുടെ സമ്പന്നമായ പൈതൃകവും ആകർഷണങ്ങളും സംരക്ഷിക്കാൻ സുസ്ഥിര ടൂറിസവും സമൂഹ പിന്തുണയും ആവശ്യമാണെന്ന് ഊന്നിപ്പറഞ്ഞു. ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന ബീച്ചുകളും ആതിഥ്യവും സംരക്ഷിക്കാൻ എല്ലാവരും ഒന്നിക്കണമെന്ന് അവർ ആഹ്വാനം ചെയ്തു. ഗോവയുടെ മാംഗ്രോവുകൾക്കും ഖസാൻ ഭൂമിക്കും ഭീഷണിയുള്ളതായി റിപ്പോർട്ടുകൾ. ഗോവ സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാൻ ഡ്രാഫ്റ്റ് കടലിന്റെ ഉയർച്ച, മഴ വർധനവ്, 20-ാം നൂറ്റാണ്ട് മുതൽ 1 ഡിഗ്രി സെൽഷ്യസ് താപനില വർധനവ് എന്നിവ മാംഗ്രോവുകൾക്കും ഖസാൻ ഭൂമിക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. 1995 മുതൽ ചുഴലിക്കാറ്റ് കേന്ദ്രമായ അറബിക്കടൽ 2001-2019 കാലത്ത് 52% ചുഴലിക്കാറ്റ് വർധനവ് കാണുന്നു. ഇത് മാംഗ്രോവുകളെ ബാധിക്കുന്നു. ഉൽപാദനക്ഷമത കുറയ്ക്കുകയും മുതലകൾ, പക്ഷികൾ എന്നിവയുടെ ആവാസ വ്യവസ്ഥയെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ജൂലൈ 22 വരെ നിർദ്ദേശങ്ങൾക്കായി തുറന്നിരിക്കുന്നു. ഗോവ ചരിത്ര ലക്ഷ്യം കൈവരിച്ചു. 99.72% നിരക്കിൽ പൂർണ്ണ സാക്ഷരത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. ഗോവ ഉല്ലാസ് പദ്ധതി പ്രകാരം പൂർണ്ണ സാക്ഷര സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. മിസോറാമിന് പിന്നാലെ ഇന്ത്യയിൽ രണ്ടാമത് 99.72% സാക്ഷരതാ നിരക്കോടെ 95% മാനദണ്ഡം മറികടന്നു. സംസ്ഥാന ദിനത്തിൽ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഇത് പ്രഖ്യാപിച്ചു. അധ്യാപകർ, വിദ്യാർത്ഥികൾ, പ്രാദേശിക സ്ഥാപനങ്ങൾ എന്നിവർക്ക് അഭിനന്ദനം അർപ്പിച്ചു. 6299 നിരക്ഷരിൽ 2136 പേർ പഠനവും മൂല്യനിർണ്ണയവും പൂർത്തിയാക്കി. എന്നാൽ 4163 പേർ പ്രായം, ആരോഗ്യ കാരണങ്ങൾ എന്നിവ കാരണങ്ങളാൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചു. 82 പഞ്ചായത്തുകൾ 100% സാക്ഷരതയും ഒരു മുനിസിപ്പാലിറ്റി 99% കൈവരിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.